ട്രാവൻകൂർ കമ്മ്യൂണിക്കേഷന്റെ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. നാരായണ ഗുരുദേവന്റെ ചരിത്രം നോക്കിയപ്പോൾ നിങ്ങൾക്കറിയാം, കുമാരനാശാൻ അവസാനം ഗുരുവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ആ ബോട്ടപകടത്തിൽ മരിക്കുന്നത് ആണല്ലോ. അപ്പോൾ അവിടെ വരുമ്പോൾ ഇദ്ദേഹം എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടുത്തെ ആളുകൾ കാണുന്നത് എന്താ? തൊട്ട് മുമ്പ് ശ്രീനാരായണ ഗുരു അകത്തേക്ക് പോകുന്നു, വിശ്രമിക്കുന്നു. ഇദ്ദേഹം വന്ന് കാത്തിരിക്കുന്നു. അദ്ദേഹം ഇറങ്ങി വരുന്നില്ല. വിളിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സംസ്കാരം. ഗുരുക്കന്മാരെ വിശ്രമിക്കുമ്പോൾ നമ്മൾ വിളിച്ചുണർത്താൻ പാടില്ല, വിളിച്ചുകൊണ്ടുവരാനും പാടില്ല. അപ്പോൾ ഗുരു വിശ്രമിക്കുകയാണ്. വെയിറ്റ് ചെയ്തു വളരെയധികം കാത്തിരുന്നു. എന്നിട്ടും വരാത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ വെയിറ്റ് ചെയ്താൽ, കാത്തിരുന്നാൽ എൻ്റെ ബോട്ട് അങ്ങ് പോകും, എൻ്റെ യാത്ര മുടങ്ങും. അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ പറയും, ഇങ്ങനെ ഞാൻ വന്നിരുന്നു, പോയി. ഇദ്ദേഹം ആശാൻ പോയ ഉടനെ ഗുരു എഴുന്നേറ്റ് വന്നിട്ട് അവിടെ നിന്നവരോട് ചോദിച്ചു, കുമാരൻ പോയോടോ? പോയി. ഇതേ അനുഭവം ഈ ആശ്രമത്തിലുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ ആദ്യ ഗുരു ഇരുന്ന സമയത്ത് പോയി കിടക്കുന്നു. ഇപ്പം ആളുകൾ നോക്കുമ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഒരാൾ വരുന്നു. അന്ന് കാറൊക്കെ വരുന്നത് വളരെ അപൂർവമാണ്. സൗത്ത് ആഫ്രിക്കയിലാണ് അദ്ദേഹം. പരിചയപ്പെടുമ്പോൾ അദ്ദേഹം വന്നു, അകത്തേറി വന്നു, ഞാൻ ഇന്നയാളാണ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്, തിരിച്ചു പോകണം, അങ്ങനെ ടിക്കറ്റുമൊക്കെ ബുക്ക് ചെയ്ത് വന്നിരിക്കുകയാണ്, എയർപോർട്ടിൽ പോകുന്നു, ഇവിടെ വന്ന് അദ്ദേഹത്തെ ഗുരുവിനെ കണ്ടിട്ട് പോകണം, അതാണ് ഉദ്ദേശം. പക്ഷെ അദ്ദേഹം ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് ഗുരു പോയി കിടന്നു, കുറച്ച് കാത്തിരുന്നു. അപ്പം പറഞ്ഞു, ഒന്ന് വിളിക്കാമോ? ആളുകൾ പറഞ്ഞു, അങ്ങനെ വിളിക്കുന്ന പതിവില്ല. കുറേ നേരം കാത്തിരുന്നു. എഴുന്നേറ്റ് വരാത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നയാളാണ്, എനിക്ക് പോകേണ്ടതാണ്, ഇപ്പോഴും പോയില്ലെങ്കിൽ ടിക്കറ്റ് അത് ക്യാൻസലാവും, യാത്ര മുടങ്ങും. അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ വന്നിട്ട് അദ്ദേഹം പോയ ഉടനെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയ ഉടനെ അദ്ദേഹം വെളിയിൽ വന്നു. അവൻ പോയോടോ? നാരായണ ഗുരുദേവൻ ചോദിച്ച അതേ ചോദ്യം. അവിടെയാണ് ഗുരുക്കന്മാർ തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ഭൗതിക ശരീരത്തിനേ വ്യത്യാസമുള്ളൂ. ഗുരു സാക്ഷാൽ പരംബ്രഹ്മം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ആത്മശരീരത്തിന് വ്യത്യാസമില്ല, ഭൗതിക ശരീരത്തിന് വ്യത്യാസമുള്ളൂ. അതും പ്രത്യക്ഷത്തിൽ, അല്ലാതെ ഭൗതികത്തിന് വ്യത്യാസമില്ല, പഞ്ചഭൂതങ്ങൾ തന്നെയല്ല. അപ്പോൾ ആ രീതിയിൽ ഇദ്ദേഹം ചോദിച്ചു, അവൻ പോയോടോ? പോയി. പോകുന്ന വഴിക്ക് ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൽ ആൾ മരിക്കുകയാണ്. അവിടെ ആശാൻ്റെ മരണം, ഇവിടെ ഈ ഭക്തൻ്റെ മരണം. അപ്പോൾ ഇവിടുത്തെ ആളുകൾ ചിലർ ചോദിച്ചു, അങ്ങ് എഴുന്നേറ്റ് വന്നിരുന്നെങ്കിൽ ഈ ദുരന്തം അദ്ദേഹത്തിന് ഉണ്ടാവില്ലല്ലോ. അപ്പം പറഞ്ഞു, അത് ഞങ്ങളല്ലടോ തീരുമാനിക്കേണ്ടത്, അവനാണ്. അതാണ് ശിഷ്യൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ ഭക്തൻ്റെ സ്ഥാനം. നമുക്കൊരു റോളുണ്ട്. എന്താണ്? പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. എന്താ ചിന്തിക്കേണ്ടിയിരുന്നത്? ഗുരു ജ്ഞാനിയാണ്, ഞാൻ വരണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് അറിയാം ഞാനിവിടെ വരും. മനസ്സിലായില്ലേ? എനിക്ക് പോകേണ്ട കാര്യവും ചെയ്യേണ്ട കാര്യവും ഒക്കെ അറിയുന്ന ആളാണ് ഗുരു. ആ ഒരു ബോധം എപ്പോഴും ശിഷ്യനുണ്ടാകണം. അങ്ങനെയുള്ള ശിഷ്യൻ്റെ, ഭക്തൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രാരബ്ധം എന്ന് പറയുന്നത് ആ ഗുരു എടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ കാത്തിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. ഗുരുവിന് ഇതൊക്കെ അറിയാം. ഗുരുവിനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ, എനിക്ക് ജോലി പ്രശ്നമല്ല, ഫ്ലൈറ്റ് പ്രശ്നമല്ല, ടിക്കറ്റ് പ്രശ്നമല്ല, കാശ് പ്രശ്നമല്ല, എന്തോ സംഭവിക്കട്ടെ എന്ന് ചിന്തിക്കാൻ ഇവിടെ വന്ന ഈ ഭക്തനും കഴിഞ്ഞില്ല, കുമാരനാശാനും കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ രണ്ട് സംഭവം ഉണ്ടാവില്ലായിരുന്നു. അവിടെയാണ് കർമ്മത്തെ മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ഇത് പ്രാരബ്ധമാണ്. ജനിക്കുന്ന ഒരാളിന് പോകേണ്ട ദിവസം കുറിച്ചു വച്ചിരിക്കുകയാണ്. ആ പ്രാരബ്ധത്തിൻ്റെ സ്വാധീനം ജീവനിൽ ഗുരുവിനെ കുറിച്ചുള്ള ആ സമർപ്പണത്തെക്കാൾ, വിശ്വാസത്തെക്കാൾ കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ബോധം, അപ്പോൾ അതിനും നമുക്കൊരു റോളുണ്ട്. പ്രാരബ്ധത്തിനെ അതിജീവിക്കുന്നതിന് നമുക്കൊരു റോളുണ്ട്. പിന്നെ അത് സഞ്ചിതം എന്ന് പറയുന്ന കർമ്മമാണ്. സഞ്ചിതം എന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഉള്ള കർമ്മം നമ്മൾ ചെയ്തത് അല്ലേ, അതിൻ്റെ ബാധ്യത, ആ കർമ്മത്തിൻ്റെ ബാധ്യതയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. പിന്നെന്നുള്ളത്, ഈ സഞ്ചിതത്തിന് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ജന്മം തന്നെ റിയലൈസ്ഡ് ആവുകയാണ്, എൻലൈറ്റൻഡ് ആവുകയാണ് എങ്കിൽ ഇതുവരെ ചെയ്തതൊന്നും നമ്മളെ ബാധിക്കില്ല, ഇനി ഒരു ജന്മത്തിന് കാരണമാവില്ല. ഇനി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരാളിന് റിയലൈസേഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. അപ്പോൾ സഞ്ചിതം എന്ന് പറയുന്ന ആ കർമ്മം നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന്, അതായത് അത് അടുത്തൊരു ജന്മത്തിന് കാരണമായിരിക്കണം ആകാതിരിക്കുന്നതിന് നമ്മൾ ഈ ജന്മം റിയലൈസ്ഡ് ആവണം.
ഇത്രയേ ഉള്ളൂ. സാക്ഷാത്കാരം ലഭിക്കണം, ഞാൻ ജ്ഞാനിയാകണം എന്നുള്ളതാണ്. ഇനിയൊന്നുള്ളത് ആഗാമികം അല്ലെങ്കിൽ ആഗന്തുകം എന്ന് പറയും. അപ്പം ഈ നിമിഷം മുതൽ മരിക്കുന്നത് വരെ വരാനിരിക്കുന്ന കർമ്മത്തെയാണ് ആഗാമികം എന്ന് പറയുന്നത്. അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ നിഷ്കർമ്മത എന്നാണ് പറയുന്നത്. അതായത് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ കർമ്മം ചെയ്യുക. കർമ്മം നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മളെ അത് ഒട്ടാതെ, നമ്മളെ അത് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കർമ്മം ചെയ്യാൻ കഴിയണം. അവിടെയാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം, ആവശ്യം. കാരണം നമ്മളൊക്കെ ഈ ആശ്രമത്തിൽ ജീവിക്കുമ്പോഴും ഇത്രയും കാലം ജീവിച്ച് വന്നപ്പോഴും ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവനൊക്കെ അറിയാമോ എത്ര ജന്മങ്ങളാണ് ഇവനൊക്കെ ഞാൻ തീർത്തു കൊടുത്തിരിക്കുന്നത്. കാരണം ഗുരുക്കന്മാർക്ക് ഈ പറഞ്ഞ ഈ പ്രാരബ്ധം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം മാത്രമല്ല, വരാനിരിക്കുന്ന എത്രയോ ജന്മങ്ങളെ ഈ ജന്മത്തിൽ ഇല്ലാതാക്കാൻ പറ്റും. ഇതൊക്കെ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓട്ടോബയോഗ്രാഫി, യോഗി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ. അതുപോലെ തന്നെ മിലരേപ എന്ന് പറയുന്നൊരു ടിബറ്റൻ സെയിൻറ്റിൻ്റെ കഥയുണ്ട്. മിലരേപ പുസ്തകമൊക്കെ ഉണ്ട്. അതൊക്കെ വായിച്ചു മനസ്സിലാവും ജനങ്ങൾക്ക്. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഗുരു ശിഷ്യന്മാരുടെ പ്രാരബ്ധം തീർക്കുന്നത്. അപ്പോൾ എങ്ങനെയത് ചോദിച്ചു കഴിഞ്ഞാൽ നിഷ്കർമ്മത എന്നുള്ളതാണ്. കർമ്മം നമ്മളെ ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ ഞാനല്ല കർമ്മം ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുക. കോൺഷ്യസ് ആയിട്ട് കർമ്മം ചെയ്യുക. ഐ ആം നോട്ട് ദി ഡുവർ, ഐ ആം ഓൺലി ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. എന്നിട്ട് ഗുരു പറയുന്നു, ഞാൻ ചെയ്യുന്നു. അതാണ് അവിടെ ഗുരുവായിട്ടുള്ള ബന്ധപ്പെടുമ്പോഴുള്ള എളുപ്പം. എന്താണ്? ഗുരു പറഞ്ഞു, ഞാൻ ചെയ്യുന്നു. ഗുരു എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. കുളത്തിൽ ചാടാൻ പറഞ്ഞാൽ ചാടും, തീ ചാടാൻ പറഞ്ഞാൽ ചാടും, തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. ഇതൊക്കെ ശരിയാണോ എന്നുള്ളതല്ല. ഗുരു എന്തു പറഞ്ഞാലും സംശയം കൂടാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ചെയ്യുന്ന നിഷ്കർമ്മതയാണ്. അവനല്ല ചെയ്യുന്നത്, ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഗുരു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ അങ്ങനെയുള്ള ഗുരുക്കന്മാരോടൊപ്പം ജീവിക്കുമ്പോഴുള്ള ഒരു പ്രയോജനം അതാണ്. അപ്പോൾ അങ്ങനെയാണ് എത്രയോ ജന്മങ്ങൾ. ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ സ്വാമിജി ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ആദ്യകാലത്തിൽ, ഇതിൽ എത്ര പേർക്ക് ആശ്രമജീവിതം മാത്രം വേണം? ഒരു ആശ്രമജീവിയായി, സന്യാസിയായി ആ നിലയിൽ മാത്രം ജീവിക്കാൻ എത്ര പേർക്ക് താല്പര്യം? അതല്ല, സോഷ്യൽ വർക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. സാമൂഹിക സേവനം, അത് എത്ര പേർക്ക് വേണം? പക്ഷെ നമ്മുടെ എല്ലാം അറിവില്ലായ്മ കൊണ്ട് നമ്മളെല്ലാം ഒരേ സ്വരത്തിൽ അന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 8-10 പേരുണ്ടായിരുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ആശ്രമജീവിതം മതി. സന്യാസം അതിന് വേണ്ടിയിട്ടുള്ളതല്ലേ, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അതൊന്നും അല്ലല്ലോ. ഈ ഒരു ധാരണ ഉള്ളിൽ കൊണ്ട് ഞങ്ങളെല്ലാവരും ഐകകണ്ഠേന പറഞ്ഞു ആശ്രമജീവിതം മതി. പക്ഷെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, രണ്ടും വേണം. അവിടെയാണ് ചേങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൻ്റെയും ഇവിടുത്തെ സന്യാസ പാരമ്പര്യത്തിൻ്റെയും പ്രസക്തി എന്ന് പറയുന്നത്. എന്നിട്ട് എന്തിനാണ് ഈ രണ്ടും എന്നിട്ട് ഉത്തരവും അദ്ദേഹം തന്നെ തന്നു. ഈ സന്യാസിക്ക് ലോകസംഗ്രഹം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട്, അത് ചെയ്തേ പറ്റൂ. അപ്പോൾ എന്താണ് ഈ ലോകസംഗ്രഹം എന്നുള്ള വിശദീകരണം തന്നു. ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ ലോകത്തെ നമ്മളിലേക്ക് സംഗ്രഹിക്കുക, ലയിപ്പിക്കുക. എന്താണ് ഈ ലോകം? ലോകം എന്ന് പറഞ്ഞാൽ ഭിന്നരുചിർഹി ലോക, ഭിന്നരുചി, ഡൈവേഴ്സിറ്റീസാണ്. പല പല ടേസ്റ്റും പ്രിഫറൻസും ഇതൊക്കെ ഉള്ളതാണ് ഈ ലോകം എന്ന് പറയുന്നത്. പല പല രുചികളാണ്. ആ രുചികളൊന്നും തന്നെ നമ്മളെ സ്വാധീനിക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ സ്വതന്ത്രമായി കടന്നു പോകാം, അത് ഭിന്നരുചിയുള്ള ലോകത്തിൽ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അല്ലാതെ സ്വാമി പറയും, ഹിമാലയത്തിൽ പോയി മഞ്ഞിൻ്റെ അവിടെ പോയി ചെന്ന് ഗുഹയ്ക്കകത്തിരുന്ന് സ്വസ്ഥമായിട്ട് തപസ് ചെയ്തിട്ട് എനിക്ക് ഏകാഗ്രതയുണ്ട്, ഐ ക്യാൻ മെഡിറ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഡിറ്റേഷനെ ഞാൻ അംഗീകരിക്കില്ല, ആ ധ്യാനത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇവിടെ വരട്ടെ, ഈ ലോകത്തിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങി വരട്ടെ, ഒരു മാർക്കറ്റിൻ്റെ മധ്യത്തിലിരുന്ന് ധ്യാനിച്ച് കാണിക്കട്ടെ, എങ്കിൽ ഞാൻ അംഗീകരിക്കും എന്നാണ്. കാരണം പ്രലോഭനങ്ങളിലും പ്രേരണകളിലും ഒന്നും നമ്മൾ വശംവദരാകാതെ, ഈ ലോകത്തിൻ്റെ സ്വഭാവമൊന്നും തന്നെ നമ്മളെ ബാധിക്കാതെ, അതൊന്നും തന്നെ നമുക്ക് സ്പർശിക്കാതെ, ഒട്ടാതെ നമുക്ക് എങ്ങനെയാണ് കടന്നു പോകാൻ കഴിയുക? അവിടെയാണ് ആധ്യാത്മികം. അപ്പം ലോകത്തിൻ്റെ എല്ലാ പ്രേരണകളെയും എങ്ങനെ നമ്മളിലേക്ക് ലയിപ്പിച്ചു പോകാൻ കഴിയും? അപ്പോഴാണ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. മറ്റത് നമ്മുടെ വാസനകളൊക്കെ നമ്മൾ ഉള്ളിലിരിക്കുകയുള്ളൂ. സബ്സൈഡ് എന്ന് പറയുന്നത് പോലെ ഒരറ്റത്തിരിക്കും. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കില്ലാതെ പോകും. അപ്പോൾ ഈ സമൂഹത്തിൽ ഓരോ കാണുന്ന അധർമ്മത്തിനെയും എതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ അധർമ്മിയോട് നമുക്ക് വിരോധമില്ല,
അധർമ്മത്തിനോടാണ് വിരോധം. അധർമ്മിയെ ആശ്രയിച്ചാണ് അധർമ്മം നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ടാണ് അധർമ്മിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. മനസ്സിലാണ്ടോ? ഉപാധിയില്ലാതെ തത്വങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഉപാധി വേണം. ഉപാധികളിലൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ടത്. ഏണി വെച്ചാണ് നമ്മൾ മരത്തിൽ കയറുന്നതെങ്കിൽ കയറിക്കഴിഞ്ഞാൽ ഏണി വേണ്ട. ഇനി ഇറങ്ങി വരണമെങ്കിൽ മാത്രമേ ഏണി വേണ്ടൂ. 18-ാം പടി അവിടെ അയ്യപ്പൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാ? സന്നിധാനത്ത് എത്താനാണ്. പക്ഷെ ഇറങ്ങി വരണമെങ്കിൽ ആ പടി സൂക്ഷിക്കണ്ടേ അവിടെ. അപ്പോൾ പടി എന്ന് പറയുന്നത് ലക്ഷ്യമല്ല, അതൊരു മാർഗമാണ്. അതുപോലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ജഗത്ത് എന്ന് പറയുന്നത് ഉപാധിയാണ്. നമ്മൾ ഉപാധികളിൽ കുടുങ്ങിപ്പോവുകയാണ്. ഉപാധികൾ നമ്മളെ ആകർഷിക്കുകയാണ്. നമ്മൾ വഴിയെ കാണുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ആകർഷിക്കുകയാണ്, ഇല്ലേ? അപ്പോൾ അതിൽ ഇല്ലാതെ അതിലൊന്നും ഒട്ടാതെ കടന്നു പോകാൻ കഴിയുന്ന ഒരു പദ്ധതിയുടെ പേരാണ് സാധന എന്ന് പറയുന്നത്. അത് ഈ സമൂഹത്തിൽ നമ്മൾ സേവനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സംഘടന അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ ചെയ്യുമ്പോൾ, ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഭിന്ന രുചികളുമായി നമ്മൾ ബന്ധപ്പെട്ട്, പല സ്വഭാവമുള്ളവരുമായി ബന്ധപ്പെട്ട്, പല വികാരങ്ങളുമുള്ളവരുമായി ബന്ധപ്പെട്ട്, പല വികാരങ്ങളും ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ കൂടെ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ നമ്മെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് സാധനയാണ്, തപസ്സാണ്. അതുകൊണ്ടാണ് ഈ ആശ്രമത്തിൽ ഈ സേവന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ സംഘടനാ പ്രവർത്തനങ്ങളും സാമാജികമായ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് ധർമ്മമാണ്. മനസ്സിലായില്ലേ? അത് സന്യാസിയുടെ ചുമതലയാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെ ജാതി വിദ്വേഷം നമുക്കില്ല. ജാതിയുടെ പേരിൽ ആരെയും അകറ്റി നിർത്തുന്നത് ശരിയല്ല എന്നുള്ള പൂർണ്ണമായ ബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം എല്ലാം ഈശ്വര സൃഷ്ടിയാണ്, ഈശ്വര സ്വരൂപം തന്നെയാണ്. അതുപോലെ മതപരമായ യാതൊരു വിദ്വേഷവും ആരോടുമില്ല. ഈ ആശ്രമത്തിൽ ക്രിസ്ത്യാനി വന്നുകൊണ്ടിരുന്നു, ഇന്നും വരുന്നുണ്ട്. മുസ്ലിങ്ങൾ വന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും പലരും വരുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. ആരോടെങ്കിലും വ്യക്തിപരമായി മനുഷ്യനെന്നുള്ള നിലയിൽ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒന്നും വേർതിരിച്ച് നിർത്തിയിട്ടുമില്ല. പക്ഷേ ജാതി ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ജാതികളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ജാതി വിദ്വേഷമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ജാതികൾ അംഗീകരിക്കണ്ടേ? അതുകൊണ്ടാണ് പറയുന്നത്, സ്വാമിജി പറയാറുണ്ട്, ജാതി ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമല്ലേ. ഒരു പൂന്തോട്ടം മനോഹരമാകണമെങ്കിൽ അവിടെ പല തരത്തിലും പല നിറത്തിലും പല സ്വഭാവത്തിലുള്ള പുഷ്പങ്ങളുണ്ടാകണ്ടേ, ചെടികളുണ്ടാകണ്ടേ? പല ജാതിയല്ലേ അത്. നമുക്ക് എന്തെങ്കിലും കഴിക്കുമ്പം ചമ്മന്തി അരയ്ക്കണമെങ്കിൽ പോലും പറയാറുണ്ട് പല ജാതികളിൽ ചേരണം. തേങ്ങ മാത്രം വെച്ചാൽ ചമ്മന്തി ആവും. തേങ്ങ ഒരു ജാതിയാണ്, മുളകൊരു ജാതിയാണ്, ഉപ്പ് വേറൊരു ജാതിയാണ്, ഇല്ലേ? നമ്മുടെ ശരീരം തന്നെ 5 ഭൂതങ്ങൾ കൊണ്ട്, പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രപഞ്ചം തന്നെ. അപ്പോൾ 5 ജാതിയാണ്. പക്ഷെ എന്താണ് വേണ്ടാത്തത്? നാരായണ ഗുരുദേവനും പറഞ്ഞത് ജാതി വിദ്വേഷം പാടില്ല എന്നാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുമ്പോൾ ഒരു ജാതിയേ ഉള്ളൂ എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ജാതി വിദ്വേഷം പാടില്ല. മനസ്സിലുണ്ടോ? ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇന്ന് ജാതി സംഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഹിന്ദുവിൻ്റെ ഐക്യത്തിനെതിരെ നിൽക്കുന്നത്. ഇവിടെ ചില നേതാക്കന്മാർ, ജാതി സംഘടനയുടെ നേതാക്കന്മാർ ഒരുമിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഹിന്ദു ഒരുമിച്ചില്ല എന്ന് ആരും വിചാരിക്കണ്ട. ഒരു ജാതി സംഘടനയും നേതാവിൻ്റെ പാദത്തിൽ അടിയറ വെച്ചല്ല ഇവിടുത്തെ ഹിന്ദു ജീവിക്കുന്നത്. അത്തരത്തിലുള്ള മൗഢ്യമൊന്നും ഇവിടുത്തെ ഹിന്ദുക്കൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബുദ്ധിയുള്ള ഈഴവനും ബുദ്ധിയുള്ള നായരും ബുദ്ധിയുള്ള നമ്പൂതിരിയും തുടങ്ങി ബുദ്ധിയുള്ള എല്ലാ ജാതിയിൽപ്പെട്ട മനുഷ്യരും ഒരു നേതാവ് ഉണ്ട് എന്ന് കരുതി, ഒരു സംഘടനാ നേതൃത്വം ഉണ്ട് എന്ന് കരുതി പറയുന്നതെല്ലാം അപ്പടി അനുസരിക്കുന്നവരൊന്നുമല്ല. ധർമ്മം എന്തെന്ന് അവർക്കറിയാം. ഏത് സമയത്ത് ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് അവർക്കറിയാം. ഏത് സമയത്ത് ഏത് രീതിയിൽ വോട്ടിടണമെന്നും അവർക്കറിയാം. ആരാണ് ഈ രാജ്യം ഭരിക്കേണ്ടതെന്നറിയാം. കാരണം നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ നിലനിൽപ്പാണ്. ഒരു ജാതിയും നിലനിൽക്കുന്നില്ല. മതമെന്ന് പറയുന്നത് ഒരു വലിയ വൃക്ഷമാണെങ്കിൽ ജാതികൾ എന്ന് പറയുന്നത് അതിൻ്റെ ശാഖകൾ മാത്രമാണ്. ആ വൃക്ഷത്തിൻ്റെ മൂലം അല്ലെങ്കിൽ അതിൻ്റെ വേര് എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമാണ്. ആ വേരിന് കേടുപറ്റുമ്പോൾ തടിക്കും വരും അത് പ്രശ്നം, അതുപോലെ ശാഖകൾക്കും വരും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ വിശാലമായി നമ്മൾ ചിന്തിക്കുക. വികാരം കൊണ്ട് നമ്മൾ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ സൗഹൃദം നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് സന്യാസിയും ചെയ്യാൻ പാടില്ല, ഇനി പാർട്ടിക്കാരും ചെയ്യാൻ പാടില്ല, അത് സമുദായ നേതാക്കന്മാരും ചെയ്യാൻ പാടില്ല. ഇന്നിവിടെ നടക്കുന്നത് അതല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇതിനൊക്കെ ഉപരിയായിക്കൊണ്ട് ഇപ്പോൾ കുംഭമേള കേരളം കണ്ട ഏറ്റവും വലിയ വിജയമാകുന്നു. ഒരു ഹൈന്ദവ ഏകീകരണം കേരളത്തിൽ എല്ലാ മേഖലയും, ആധ്യാത്മിക മേഖലയിൽ നോക്കിയാൽ, ക്ഷേത്രങ്ങളിൽ നോക്കിയാൽ, പൊതു സ്ഥലങ്ങളിൽ നോക്കിയാൽ, ആധ്യാത്മികപരമായ എല്ലാ കൂട്ടായ്മയിലും വൻ ജനപങ്കാളിത്തം വരുന്നു.
അതാരുടെയും ഓർഗനൈസേഷൻ സ്വാമിജി പറഞ്ഞ പോലെ ഏതെങ്കിലും മത അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമില്ല. വലിയ വ്യാഖീകരണം നടന്നു. ഇത് സ്വാമിജി പറഞ്ഞ ആശയം പോലെ ജനങ്ങൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന ഒരു മുന്നേറ്റമല്ലേ? നോക്കൂ, ഈ മനുഷ്യൻ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒന്നും വേർതിരിഞ്ഞ് നിൽക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇല്ലേ? ഇവിടെ ഒരു പാർട്ടിയും ഇല്ലാതെ ഒരു രാഷ്ട്രീയം ഈ നാട്ടിലുണ്ടായിരുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാജ്യം ഭരിച്ചപ്പോഴും ശ്രീകൃഷ്ണൻ രാജ്യം ഭരിച്ചപ്പോഴും ഒന്നും ആ കാലഘട്ടങ്ങളിൽ നിന്ന് തന്നെ പാർട്ടിയില്ല, പക്ഷേ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയമുണ്ട്. പാർട്ടികളിലൂടെ നിലനിൽക്കുന്ന രാഷ്ട്രീയം അത് വേറെ. അപ്പോൾ ഇന്നെന്താണ് പാർട്ടീയമാണ് രാഷ്ട്രീയമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ സന്യാസിക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് രാഷ്ട്രീയമുണ്ടെന്ന് തന്നെ ഞാൻ പറയും. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് എന്ന് ഞാൻ എവിടെയും പറയും, യാതൊരു സംശയമില്ല. കാരണം എന്താ, രാഷ്ട്രം എന്ന് പറയുന്നതാണ് നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. രാഷ്ട്രമുണ്ടെങ്കിലേ ജനതയുള്ളൂ, രാഷ്ട്രമുണ്ടെങ്കിലേ സംസ്കാരമുള്ളൂ, രാഷ്ട്രമുണ്ടെങ്കിലേ ധർമ്മമുള്ളൂ. ആ രാഷ്ട്രത്തിന് വെല്ലുവിളിയായി എന്ത് നിന്നാലും അതിനെ പരാജയപ്പെടുത്തേണ്ടത് സന്യാസിയുടെ ചുമതലയാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ നിലനിൽപ്പാണ്, വേണ്ടേ? അപ്പോൾ ഏത് പാർട്ടി പോയാലും ശരി ഇവിടെ രാഷ്ട്രം ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. നാളെ പാർട്ടികളെല്ലാം ബാൻ ചെയ്താലും ഇവിടെ രാഷ്ട്രീയമില്ലേ? ജനതയുടെ സുഖമാണ് ഏറ്റവും പ്രധാനമെങ്കിൽ, അവരുടെ സ്വസ്ഥതയാണ്, അവരുടെ ഐക്യമാണ്, അവരുടെ ശാന്തിയാണ് ഏറ്റവും പ്രധാനം എങ്കിൽ അതിനല്ലേ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? പാർട്ടികളുടെ എണ്ണം കൂടുമ്പോൾ ഐക്യം കുറയുന്നു, അല്ലെങ്കിൽ ശാന്തി കുറയുന്നു, സമാധാനം കുറയുന്നു, സ്വസ്ഥത കുറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പാർട്ടികൾ വേണ്ട. ജാതികളുടെ എണ്ണവും അതിൻ്റെ ശക്തിയുമാണ് നമ്മുടെ ഐക്യതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്വസ്ഥതയ്ക്കും തടസ്സമെങ്കിൽ അതില്ലാതിരിക്കുന്നതല്ലേ നല്ലത്? ആത്യന്തികമായിട്ട് നമ്മൾ മനുഷ്യനാണ് എന്ന് ചിന്തിക്കാനും മനുഷ്യനെന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ വേർതിരിക്കപ്പെടേണ്ടതല്ല എന്നും അല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ലേ നമ്മൾ മുന്നേറേണ്ടത്? അപ്പോൾ ഈ കുംഭമേളയുടെ കാര്യം പറയുമ്പോൾ എത്രയോ ജനങ്ങൾ അവിടെ വന്നു. ആരും ക്ഷണിച്ചിട്ടല്ല വന്നത്, ഒരു സംഘടനയും ക്ഷണിച്ചിട്ടല്ല അവിടെ ആരും വന്നത്. ഓരോരുത്തരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി, പോകണമെന്നൊരു തോന്നലുണ്ടായി, ഇല്ലേ? ഒരു ചോദനയുണ്ടായി, എനിക്കും പോകണം എന്നൊരു വിചാരം വന്നു. അതിൽ ഹിന്ദുവിന് വന്നു, ക്രിസ്ത്യാനിക്കും വന്നു, മുസൽമാനും വന്നു. ഞാൻ കുംഭമേളയിൽ പങ്കെടുത്ത ആളാണ്, അതിൻ്റെ തുടക്കത്തിൽ പങ്കെടുത്ത ആളാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ പൗർണമി ദിവസം അവിടെ പോവുകയും സ്നാനം ചെയ്യുകയും അതിലെല്ലാം പങ്കെടുത്ത ഒരാളാണ്. അവിടെ ഈ ധാർമ്മികമായ കാര്യങ്ങൾ പറയാനുള്ള അവസരം വേദിയിൽ സംസാരിച്ച ആളും കൂടിയാണ്. അതിൻ്റെ സംഘാടകരെല്ലാം നല്ലവണ്ണം അറിയുന്നയാളാണ്. അവരുമായിട്ടൊക്കെ സംവദിക്കുകയും അവിടെ എത്രയോ VVIP എന്ന് പറയുന്ന ആളുകൾ വന്ന് തമ്പടിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അവിടുത്തെ മുസ്ലിങ്ങൾ അങ്ങേയറ്റം സഹകരിച്ച കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിം നേതാക്കന്മാർ ഏതെങ്കിലും സംഘടനയുടെ നേതാവ് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്ന മുസ്ലിങ്ങളാണ് മലപ്പുറത്തുള്ളത് മൊത്തം എന്നൊന്നും എനിക്ക് വിചാരമില്ല. അത് അനുഭവമാണ്. അവിടെ വന്ന ആളുകളെ തന്നെ അവിടെ വന്നപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കാൻ കൊടുത്ത, മോരുമൊക്കെ കലക്കി കൊടുത്ത, അതുപോലെ തന്നെ കുടിവെള്ളം കൊടുത്ത മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാറുതാ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പ് ഇട്ടോളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ രീതിയിലും നല്ല ആളുകൾ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. എങ്കിലും ചില സംഘടനകളാണ് ഈ സ്പർദ്ധ ഇവിടെ ഉണ്ടാക്കുന്നത്. ആ സ്പർദ്ധ ഇല്ലാതാകണമെങ്കിൽ അതിനുള്ള ഒരു ഇടപെടലുകൾ നമുക്കുണ്ടാകണം. അതിന് ഏറ്റവും നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു കുംഭമേള. ആരും വരില്ല എന്ന് വിചാരിച്ചിരുന്നു. സംഘാടകർ പോലും എന്താ, ഒരു 500 പേർക്ക് ഭക്ഷണം കരുതാം ഡെയിലി എന്ന് ചിന്തിച്ചിരുന്നു. 5000 കൊണ്ട് നിന്നില്ല, 5 ലക്ഷം കൊണ്ട് നിന്നില്ല, 10 ലക്ഷത്തിലധികം ആളുകളാണ് അവിടെ പങ്കെടുത്ത് പോയത് എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കണക്ക്. അപ്പം ഈ ആളുകൾ വന്നു ചേരുന്നതിനുള്ള പ്രചോദനം എവിടെ നിന്നുണ്ടായി? എല്ലാവരുടെയും ഉള്ളിൽ ധർമ്മം എന്ന് പറയുന്നതും ഭക്തി എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും ആചാരമെന്ന് പറയുന്നതും പാരമ്പര്യം എന്ന് പറയുന്നതും ഒക്കെ അവൻ്റെ ജീനിൽ കിടക്കുകയാണ്. മനസ്സിലായില്ലേ? അത് തെളിഞ്ഞ വലിയൊരു സംരംഭമായിരുന്നു കുംഭമേള എന്ന് പറയുന്നത്. ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കിതാ ചിലതൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നു. ഞങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടും, ഞങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും, യാതൊരു സംശയവുമില്ല. നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ബുദ്ധിയുള്ള നേതൃത്വം അതിനനുസരിച്ച് പെരുമാറണം, വേണ്ടേ? കുംഭമേള നടക്കുന്ന സമയത്ത് എത്ര രാഷ്ട്രീയ നേതാക്കന്മാരവിടെ പോയി? ഇവിടെ മതേതര രാഷ്ട്രീയമുണ്ട്, ഇവിടെ നിരീശ്വരവാദ രാഷ്ട്രീയമുണ്ട്, അവിശ്വാസിയുടെ, ഇല്ലേ? എത്ര പേരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി? ഒരാളിൻ്റെയും ഞാൻ കണ്ടില്ല. ഇതെല്ലാം നടക്കുമ്പോൾ അവിടെ പോകാതെ ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ശശി തരൂരാണ് അതിനെപ്പറ്റി സംസാരിച്ച ഏക വ്യക്തി. അദ്ദേഹം ഏത് രാഷ്ട്രീയത്തിലാണെന്ന് നിന്നപ്പോൾ ആർക്കും അറിഞ്ഞിടാത്തൊരവസ്ഥയുണ്ട്. മനസ്സിലായില്ലേ?
അപ്പോൾ ആ രീതിയിൽ സത്യം പറയണമെങ്കിൽ, പറയാൻ കഴിയണമെങ്കിൽ ഈ പാർട്ടിയിൽ നിന്നാൽ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അതിലുള്ള പ്രവർത്തകർ ആലോചിക്കും, ഈ പാർട്ടിയിൽ നിൽക്കാൻ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പാർട്ടി വിട്ട് ഈ പാർട്ടിയുടെ ചിന്താഗതികളും തീരുമാനങ്ങളും പോളിസികളും ഒക്കെ ധർമ്മത്തിന് നിരക്കുന്നതല്ല, സത്യത്തിന് നിരക്കുന്നതല്ല, നമ്മുടെ മനുഷ്യത്വത്തിന് നിരക്കുന്നതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പാർട്ടി വിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, അവിടെ വന്നവർ പല പാർട്ടികളിൽപ്പെടുന്നവരുണ്ട്. നേതാക്കന്മാരെ കാര്യമല്ല ഞാൻ പറയുന്നത്. നേതാവ് വന്നാൽ ശ്രദ്ധിക്കും, അണി വന്നാൽ ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോൾ പാർട്ടി നോക്കാതെ, ജാതി നോക്കാതെ, ഹിന്ദുവാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ, ഇത് നമ്മുടെ സംസ്കാരമാണ് ഒരു ചിന്തയിൽ അവിടെ വന്നെത്തിയ ലക്ഷ്യങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവരെന്തിനാണ് വന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. പക്ഷെ വന്നവർ പറയുന്നത് എന്താ? അങ്ങേയറ്റത്തെ ഒരു ആത്മശാന്തി, സമാധാനം, എന്തോ ഒരു കിട്ടിയതുപോലെ. അത് അവരുടെ അനുഭവമാണ്. ഇതൊക്കെ തന്നെയാണ് കുംഭമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഏകീകരണം ഈ കേരളത്തിൽ ഉണ്ടാകും, യാതൊരു സംശയമില്ല. അടുത്ത കുംഭമേള വരുമ്പോൾ അതിനി എത്രയോ ദിവസങ്ങൾ കൂടുതൽ അത് ചെയ്യുവാനാണ് തീരുമാനം. അതുപോലെ തന്നെ എന്തൊക്കെ തടസ്സങ്ങൾ, ഇനിയൊരു തടസ്സം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. ഇനിയൊരു തടസ്സം ആരുണ്ടാക്കാൻ ശ്രമിച്ചാലും അവർക്ക് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ബോധ്യം അവർക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെന്താ, 70% മുസ്ലിങ്ങളുള്ള ഒരു ജില്ലയിൽ വെറും 30% താഴെ വരുന്ന ഹിന്ദു, ഇതാ അവരെ ശക്തി തെളിയിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് ഹിന്ദുക്കളെ കൊണ്ടുവന്നു എന്നൊരു അഭിപ്രായം അവിടെ ഉണ്ട്, മലപ്പുറത്തുണ്ട്. അത് നല്ലത് തന്നെയാണ്. മലപ്പുറം അല്ലല്ലോ ഭാരതം. അപ്പം എവിടെയെങ്കിലും ഞങ്ങൾ കൂടുതലുണ്ട് എന്നുള്ള വിചാരത്തിൽ തോന്നിയതൊക്കെ ചെയ്യാനും മറ്റുള്ളവരെയൊക്കെ ഒറ്റപ്പെടുത്താനും അവരെയൊക്കെ ദുർബലപ്പെടുത്താനുമുള്ള പരിശ്രമം എവിടെയെങ്കിലും ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാർക്കുണ്ടെങ്കിൽ അവരുടെയും കണ്ണു തുറക്കുന്ന ഒരു സമയമാണിത്. മനസ്സിലായില്ലേ? എവിടെ ഹിന്ദു ഉണ്ടോ, ഇപ്പം പറഞ്ഞല്ലോ, യോഗി പറഞ്ഞ, യു പിയിലെ യോഗി മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ പ്രസക്തമാണ്. 99 ഹിന്ദുവിനിടയിൽ ഒരു മുസ്ലിം, അവൻ സ്വസ്ഥനാണ്, അവന് യാതൊരു ഭീഷണികളുമില്ല. മറിച്ചായാൽ 30 ഹിന്ദു 70 മുസ്ലിം, പ്രശ്നമാണ്. വേണ്ട, 70 ഹിന്ദു 30 മുസ്ലിം, അവിടെയും ഹിന്ദുവിന് പ്രശ്നമാണ്. ഇതെന്തുകൊണ്ടുണ്ടാകും? ഇത് മുസ്ലിം എന്ന് പറയുന്ന വ്യക്തികളെ, മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ആ ഒരു സംവിധാനക്രമം. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെന്താ പറഞ്ഞത്? ജമാഅത്തിന്റെ നേതാക്കന്മാരെന്താ പറഞ്ഞത്? ഞങ്ങൾ MLA ആകുന്നതും മന്ത്രിയാകുന്നതും ഒക്കെ തന്നെ ഞങ്ങളുടെ മതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് മതമാണ് പ്രധാനം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പാർട്ടി, ഏത് പാർട്ടിയിൽ നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് ഈ ബോധമുണ്ടോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരന് ഈ ബോധമുണ്ടോ? ഈ മതേതരക്കാരൻ അല്ലെങ്കിൽ ഈ നിരീശ്വരക്കാരൻ, വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിക്കാരൻ, അതിലൊരു പാവം ഹിന്ദു ഒരു ഗുരുവായൂരമ്പലത്തിൽ പോയാൽ അവനെ ചോദ്യം ചെയ്യും, ഇല്ലേ? പക്ഷെ അതിൽപ്പെടുന്ന ഒരു മുസ്ലിം നിസ്കരിക്കാൻ പോയാൽ ചോദ്യം ചെയ്യൂ? ഹജ്ജിന് പോയാൽ ചോദ്യം ചെയ്യൂ? പക്ഷെ നാളെ ഒരു വിപ്ലവത്തിൻ്റെ നേതാവ് നാളെ കൈലാസത്ത് പോട്ടെ, അവൻ എന്തൊക്കെ അനുഭവിക്കുമെന്നറിയാം. കൈലാസ യാത്രയ്ക്ക് പോയാൽ, ഇല്ലേ? ചോദ്യം ചെയ്യപ്പെടും. ഇതെന്തുകൊണ്ടുണ്ടാകും? അപ്പോൾ ഹിന്ദുവിന് മാത്രമാണോ മതേതരത്വം സൂക്ഷിക്കാനുള്ള ബാധ്യത? മറ്റു മതസ്ഥർക്കും എല്ലാം മതേതരത്വം സൂക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. ഹിന്ദുവിനെ ഇതാരും പഠിപ്പിക്കണ്ട, കാരണം ഹിന്ദുവിൻ്റെ രക്തത്തിലുള്ളതാണ് ഇത്. അതിനെ മതേതരത്വം എന്നൊന്നും വിളിക്കണ്ട, അതിനെ വിശ്വസാഹോദര്യം, വിശ്വമാനവികത എന്നൊക്കെ വിളിച്ചാൽ മതി. കാരണം ഇവിടെ ഹിന്ദു മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഭാരതത്തിൽ. ഇവിടെ മറ്റുള്ള മതസ്ഥരൊക്കെ കടന്നു വന്നപ്പോൾ അവർക്ക് പള്ളി വയ്ക്കാൻ സ്ഥലം കൊടുത്ത്, അല്ലേ, അവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത്, സ്വന്തം എന്താ പറയുക, മണ്ണും പെണ്ണും പൊന്നും കൊടുത്ത് അവരെ ആദരിച്ചതും സ്വീകരിച്ചതുമാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ. അവരെയാണോ ഈ മതേതരത്വം പഠിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ സന്യാസിമാരും ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയോടും വിരോധമില്ല. വിരോധിക്കുന്നവൻ സന്യാസിയല്ല. കാരണം സന്യാസിക്ക് ബോധ്യമുണ്ട്, ഒരു വിരോധം എന്ന് പറയുന്ന ഒരു വികാരമുണ്ടാകുമ്പോൾ അവനിലാണതുണ്ടാകുന്നത് എന്നും അവൻ്റെ ആത്മീയ പുരോഗതിയെയും ഒക്കെ അത് ബാധിക്കുമെന്നും അവന് പൂർണ്ണമായ ബോധ്യമുണ്ട്.
നമ്മുടെ കയ്യിലാണ് ദുർഗന്ധമുള്ളൊരു വസ്തു ഇരിക്കുന്നതെങ്കിൽ ആ ദുർഗന്ധം നമ്മളിൽ നിന്നല്ലേ ഉണ്ടാകും, നമ്മളെയല്ലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുപോലെ വിരോധം എന്ന് പറയുന്നതും മതഭ്രാന്തം കൊണ്ട് നടന്ന ഒരു സന്യാസിയെങ്കിൽ അയാൾ സന്യാസിയല്ല, അത് വെറും വേഷം മാത്രമാണ്, മനുഷ്യത്വമാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപാട് ട്രോളുകൾ ചിലപ്പോൾ വന്നെന്നിരിക്കും. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല, ഒരു സന്യാസിയും ബാധിക്കരുത്. ബാധിക്കുമെങ്കിൽ അവൻ സന്യാസിയല്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ നമ്മുടെ സംസ്കാരത്തിന് കഴിഞ്ഞത്. ലോകത്തുള്ള സമസ്ത ചരാചരങ്ങൾക്കും, ഹിന്ദുക്കൾക്കെന്ന് പറഞ്ഞില്ല, മനുഷ്യനെന്ന് മാത്രം പറഞ്ഞില്ല, സമസ്ത ചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നായര കുടുംബമോ ഈഴവൻ്റെ കുടുംബമോ ഹിന്ദുവിൻ്റെ കുടുംബമോ എന്നല്ല പറഞ്ഞത്. ലോകം ഒരു കുടുംബം എന്ന് പറയുമ്പം അതിനകത്ത് എല്ലാം ഉണ്ട്. ശിവകുടുംബമാണ് മാതൃക. അതിൽ മൃഗങ്ങളുണ്ട്, പക്ഷിയുണ്ട്, അല്ലേ, ഇഴജന്തുക്കളുണ്ട്. ഇതെല്ലാം ചേരുന്ന ഒരു കുടുംബം എങ്ങനെയാണ് സ്വസ്ഥമായി വൈരം മറന്ന് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അവിടെ. അപ്പോൾ കുംഭമേള പോലുള്ള കാര്യങ്ങൾ ഇനിയും വരും. ഇന്ന് 10 ലക്ഷമാണെങ്കിൽ നാളെ 50 ലക്ഷമാകും അടുത്ത വർഷം, യാതൊരു സംശയവും വേണ്ട. ഇത് കാരണം നമ്മൾ ഉണർന്നില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയെയാണത് ബാധിക്കുന്നത്. ഇവിടുത്തെ 2047 ആകുമ്പോൾ ഈ ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കും, ഇസ്ലാം രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കും എന്ന് പറയുന്ന സംഘടനകൾ ഇവിടെ ഇല്ലേ? അത് കേട്ടില്ല എന്ന് വിചാരിച്ചിരിക്കാൻ നമുക്ക് കഴിയുമോ? അതൊന്നും ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ചാലാണോ മതേതരത്വം ഉണ്ടാവുക? അതിനെതിരെ ഒന്നും സംസാരിക്കാതിരുന്നാലാണോ സന്യാസിയാകുന്നത്? എല്ലാ വ്യക്തിക്കും ഒരു സ്വാതന്ത്ര്യമില്ലേ, ഒരു ധർമ്മമില്ലേ? ഇല്ലേ? ആ ധർമ്മം എന്ന് പറയുന്നത് അവൻ പാലിക്കണ്ടേ? അങ്ങനെ പാലിക്കേണ്ടി വരുമ്പോൾ നാളത്തെ തലമുറയ്ക്ക് എന്ത് സംഭവിക്കും? ആ തലമുറയിൽ ഇവിടെയുള്ള ഈഴവനും നായരും നമ്പൂരിയും എല്ലാവരും ഉണ്ട്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാവരും ഉണ്ട്. ഇപ്പം ഇവർ പറയുന്ന രീതിയിൽ 2047 ആകുമ്പോൾ അത് സംഭവിച്ചാൽ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവുമോ? ഉണ്ടാവും. ഇവിടെ ഒരു മതേതരക്കാരനുണ്ടാവുമോ? ഇവിടെ ഒരു BJP കാരനുണ്ടാവുമോ? അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിൽ പാകിസ്ഥാനിലുണ്ടാകണമായിരുന്നു, ബംഗ്ലാദേശിലുണ്ടാകണമായിരുന്നു. ഇന്നും ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിലാണ് മുസ്ലിങ്ങൾ ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിമിന് അത് തെറ്റെന്ന് പറയാൻ പറ്റുമോ? മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യത്ത് അവർ തന്നെ തമ്മിലടിക്കുന്നു. എന്താ ബംഗ്ലാദേശിൽ സംഭവിച്ചത്? അവിടുത്തെ പ്രധാനമന്ത്രിക്ക് എന്ത് സംഭവിച്ചു? പ്രധാനമന്ത്രി ഹിന്ദു ആയിരുന്നു. ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അതും കൂടെ സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഭാരതത്തിന് വന്നു, ഇല്ലേ? പാകിസ്ഥാനിൽ എന്താ സംഭവിക്കുന്നത്? കോടതിക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ജനകീയ കോടതിയാണോ? അവിടുത്തെ സുപ്രീം കോടതി ജനകീയ കോടതിയാണോ? അപ്പം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതല്ല, ഇത് കോൺഷ്യസായി ബോധപൂർവം പറയേണ്ട ആവശ്യം നമുക്കുണ്ട്. കാരണം ചില കാര്യങ്ങളിൽ ഇങ്ങനെ അധികാരത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അങ്ങനെ ഒരു നിലനിൽപ്പിന് വേണ്ടി, കീർത്തിക്ക് വേണ്ടി, ദുരഭിമാനം കൊണ്ട് പലരും പല പാർട്ടിയിൽ നിന്നും മാറാതെ നിൽക്കുകയാണ്. ചാനൽ TTയുടെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.